9 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രഖ്യാപിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമ ബംഗാൾ, അസം, മഹാരാഷ്ട്ര, ഡൽഹി, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധപ്പെടുത്തിയാണ് പുതിയ അമൃത് ഭാരത് റൂട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലേക്ക് ഒരെണ്ണം പോലുമില്ല. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിലാണ് പ്രഥമ പരിഗണന. ബംഗാളിൽ നിന്ന് ഡൽഹി, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് ട്രെയിനുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗുവാഹത്തി റോഹ്താക്ക്, ദിബ്രുഗഡ് ലക്നൗ, ന്യൂ ജൽപയാഗുരി തിരുച്ചിറപ്പള്ളി, ന്യൂ ജൽപയാഗുരി നാഗർകോവിൽ, ആലിപുർദ്വാർ SMVT ബംഗളൂരു, ആലിപുർദ്വാർ മുംബൈ, കൊൽക്കത്ത തമ്പാരം, കൊൽക്കത്ത ആനന്ദ് വിഹാർ ടെർമിനൽ, കൊൽക്കത്ത ബനാറസ് എന്നീ റൂട്ടുകളാണ് അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത്. ദീർഘദൂര റൂട്ടുകളിൽ കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ സർവീസ് നടത്തുന്ന non-AC ട്രെയിനുകളാണ് അമൃത് ഭാരത് എക്സ്പ്രസ്. 800 കിലോമീറ്ററിൽ കൂടുതൽ അകലെയുള്ളതോ നിലവിൽ സർവീസുകൾ ഉപയോഗിച്ച് സഞ്ചരിക്കാൻ 10 മണിക്കൂറിൽ കൂടുതൽ എടുക്കുന്നതോ ആയ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിനുകളാണ് അമൃത് ഭാരത് എക്സ്പ്രസ്. അതേസമയം ബംഗളൂരു മെട്രോ ടിക്കറ്റ് നിരക്ക് 5% വർദ്ധിപ്പിക്കുമെന്ന് നമ്മ മെട്രോ ഫെയേഴ്സ്. ഇതോടെ ബംഗളൂരു മെട്രോ യാത്രക്കാർക്ക് തിരിച്ചടിയാകും. പുതിയ ടിക്കറ്റ് നിരക്ക് ഫെബ്രുവരി മുതൽ ഈടാക്കാനാണ് നീക്കം. ഫെയർ ഫിക്സേഷൻ കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്നാണ് ഫെബ്രുവരി മുതൽ നമ്മ മെട്രോ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നത്. ടിക്കറ്റിന്റെ വില വർദ്ധിക്കുന്നതോടെ നമ്മ മെട്രോ ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ മെട്രോയായി മാറും. ഇടയ്ക്കിടെയുള്ള നിരക്ക് വർധന ദൈനംദിന യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കുമെന്ന് വിമർശനമുണ്ട്. മെട്രോ യാത്ര ശരാശരി പൗരന് താങ്ങാനാവില്ലെന്നും നിരവധി യാത്രക്കാർ പ്രതികരിച്ചു. 2025 ഫെബ്രുവരിയിൽ ബാംഗ്ലൂർ മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോൾ 1 വർഷത്തിന് ശേഷമാണ് വീണ്ടും ടിക്കറ്റ് നിരക്കിലുള്ള മാറ്റം. ഇതോടെ വില 71% വരെ വർദ്ധിച്ചു എന്നാണ് വിലയിരുത്തൽ. അതോടൊപ്പം യാത്രക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വിമാനത്താവള മെട്രോ ലൈൻ 2027 അവസാനത്തോടെ പ്രവർത്തനക്ഷമമാക്കാനുള്ള ലക്ഷ്യം ബംഗളൂരു മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. വിമാനത്താവള മെട്രോ പദ്ധതി പൂർത്തിയാകുമ്പോഴേക്കും ബംഗളൂരുവിന്റെ മെട്രോ നെറ്റ്വർക്ക് ആകെ 175 കിലോമീറ്റർ വരെ വ്യാപിക്കും. ഇത് നഗരത്തിന്റെ മെട്രോ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റത്തവണ വികസനമായിരിക്കും. ബാംഗ്ലൂർ ചേംബർ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സും ടയറിയും സംയുക്തമായി സംഘടിപ്പിച്ച സസ്റ്റൈനബിലിറ്റി ഇൻ ആക്ഷൻ ബംഗ്ലൂർസ് അർബൻ ചലഞ്ച് എന്ന പാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു BMRCL സിവിൽ അഡ്വൈസർ അഭയ് കുമാർ റായി. ആണ് ആളുകൾ ഏറെ നാളായി കാത്തിരിക്കുന്ന പ്രഖ്യാപനം നടത്തിയത്. ആകെ 58.19 കിലോമീറ്റർ നീളമാണ് വിമാനത്താവള മെട്രോയ്ക്കുള്ളത്. 2 ഘട്ടമായിട്ടാണ് വിമാനത്താവളത്തിലേക്കുള്ള മെട്രോയുടെ നിർമ്മാണം. ഫേസ് 2A 2026 ഡിസംബറോടെ പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷ. ഫേസ് 2B 2027 അവസാനത്തോടെ പൂർത്തിയാകും.